എല്ലാവർക്കും ഐറാസ് പാരഡൈസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞി ട്രാവൽ വ്ളോഗാട്ടോ ചെയ്യുന്നത്. അപ്പം ഇച്ചായൻ്റെ ഒരു ക്ലബ്ബുണ്ട്, അതിൻ്റെ ഒരു ഓണാഘോഷ പരിപാടിയുണ്ട് വാഗമണ്ണിൽ വെച്ചിട്ട്. അതിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം നമ്മൾ കട്ടപ്പന കഴിഞ്ഞു കേട്ടോ. കട്ടപ്പന സൈഡൊക്കെ നല്ല ചെറിയ ചെറിയ മഴയും നല്ല തണുപ്പും കോടയൊക്കെ ഇറങ്ങി നല്ല രസമായിരുന്നു കേട്ടോ പോകുന്ന വഴിയൊക്കെ കാണാൻ തന്നെ. അപ്പോൾ കട്ടപ്പനക്കാരെങ്കിലുമൊക്കെ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. പിന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എത്ര പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഐറക്കുട്ടിയൊക്കെ ഓണമറ്റിയറാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പട്ടുപാവാടയും ബ്ലൗസും അന്നക്കുഞ്ഞിനാണെങ്കിലും അതുപോലെ തന്നെ സെയിം കളറ് ഡ്രസ്സ് തന്നെയായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ ആയിരുന്നു. അപ്പോൾ ഞാനും ഇച്ചാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല. ഇപ്പോഴേ അവിടെ പോയി ഓണമറ്റിയറിൽ മാറണമായിരുന്നു, സെറ്റും മുണ്ട് കൊടുക്കണം, അതുപോലെ ഇച്ചാനാണെങ്കിൽ മുണ്ടൊക്കെ കൊടുക്കണമായിരുന്നു. ഇനി അവിടെ പോയിട്ട് ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ സാധാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവുമായിരുന്നേ. അപ്പോൾ പോകുന്ന വഴിക്ക് എന്ത് രസമായിരുന്നു എന്നറിയാമോ. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. എല്ലാവർക്കും പാട്ടൊക്കെ ഇട്ട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ മലകളും അതുപോലെ വെള്ളച്ചാട്ടങ്ങളും, ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റുമേ. അപ്പം മാക്സിമം ഞാൻ അതിൽ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിനെക്കുഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വിഷയമൊക്കെ ആയതുകൊണ്ട് കുറേ നേരം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതേ കണ്ടോ ഗൈസ്, ഇങ്ങനെ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടോ, നല്ല രസമാണ്. സത്യത്തിൽ ഞങ്ങളുടെ ഇടുക്കി എന്ന് പറയുന്നത് ഭയങ്കര സൗന്ദര്യമുള്ള അല്ലെങ്കിൽ മനോഹരമായ സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ടപ്പനയിൽ നിന്ന് ഏകദേശം കുറേ ദൂരം, എനിക്ക് തോന്നുന്നു ഒരു 35 അല്ല ഗൈസ്, കുറേ ദൂരമുണ്ട്. കറക്റ്റ് കിലോമീറ്റർ പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് പോകുന്ന വഴിക്കൊക്കെ നല്ല രസമാണ്. മഴ ആയതുകൊണ്ട് തന്നെ കണ്ടോ ഓരോരുത്തരൊക്കെ കോടയൊക്കെ ചൂടിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ടൗണുകളൊക്കെയാണ്. അപ്പോൾ ഇത് എവിടെ കോട ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ ഒന്ന് സ്ലോ ചെയ്യിച്ചാൽ എനിക്കതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ സ്ലോ ചെയ്യിപ്പിച്ചിട്ട് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് സത്യത്തിൽ ഇടുക്കീനെ സ്നേഹിക്കാൻ ഇടുക്കിക്കാരാവണമെന്ന് തന്നെയൊന്നും ഇല്ല. ഏത് നാട്ടുകാർക്കാണെങ്കിലും ഇടുക്കിയോട് ഒരു പ്രത്യേക സ്നേഹം തോന്നും. അപ്പോൾ പോകുന്ന വഴിക്കുള്ള റിവർ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഞങ്ങൾ കുറേ നേരം വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ലൊരു വെള്ളച്ചാട്ടവും കുറേ പുല്ലും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പം. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ എവിടം വരെ പോയി എന്ന് ചോദിച്ചാൽ ഏകദേശം സ്ഥലം എത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വാഗമൺ എടുക്കാറായിട്ടുണ്ട്. നമ്മൾ ടീ എസ്റ്റേറ്റൊക്കെ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയാൽ മഞ്ഞും അതുപോലെ മഴയും ആ ടീ എസ്റ്റേറ്റൊക്കെ കാണാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ നമ്മളവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ആ ഫോട്ടോസൊക്കെ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാവേ. മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മുടെ വിൻഡോ തുറന്നിടാൻ പറ്റിയില്ല, അന്നക്കുട്ടിക്കൊക്കെ തണുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല രസമായിരുന്നു ഗൈസ്. നമ്മൾ ഫാമിലിയോട് കൂടി ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നത് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു ഒരു നേച്ചർ തന്നെയാണ് ഞങ്ങളുടെ. അപ്പോൾ ഓരോ സ്പോട്ടിലും ഇങ്ങനെ ചെറുതായിട്ട് നിർത്തും, പക്ഷേ ഇറങ്ങിയില്ല, ജസ്റ്റ് ആ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ പോകുന്നു. വാഗമണ്ണ് ഞങ്ങൾ ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഓരോ ടൈം പോകുമ്പോഴും ഒരു പ്രത്യേക സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നും. നല്ല രസമല്ലേ വാഗമൺ വരെ പോകാനൊക്കെ. അപ്പം വാഗമണ്ണിൽ പോകാത്ത കൂട്ടുകാരൊക്കെ ജസ്റ്റ് സമയമൊക്കെ കണ്ടെത്തി ഒന്ന് പോകാനൊക്കെ നോക്കൂ കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ് വാഗമൺ. അപ്പോൾ അവിടെ പ്രോഗ്രാം നടക്കുന്ന ഒരു റിസോർട്ടിലാണ്. സത്യത്തിൽ ആ റിസോർട്ട് എവിടെയാണെന്നൊന്നും നമുക്ക് അത്ര ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അവർ റൂട്ട് മാപ്പൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്, അതൊക്കെ നോക്കി നമ്മൾ ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മാക്സിമം ട്രിപ്പ് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അയ്യോ എന്ത് രസമാണെന്നറിയോ വാഗമൺ. അതുപോലെ അവിടെ ചെറിയ ചെറിയ കുന്നുകളൊക്കെ ഉണ്ട്, ഇതുപോലെ ചെറിയ ചെറിയ ടീ സ്റ്റാൾസൊക്കെ ഉണ്ട്. അതൊന്നും അങ്ങനെ ഓപ്പൺ ആവുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കുമോ എന്നറിയില്ല. ചില ടീ സ്റ്റാൾസൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ചായ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്, പ്രത്യേകിച്ച് ഇച്ചാന് ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. എനിക്ക് ചായയോട് അത്രയ്ക്കൊരു ഇഷ്ടമില്ല. ഞാൻ തണുപ്പാണേലും നാരങ്ങ വെള്ളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ വെള്ളം, ഐസ്ക്രീമൊക്കെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഉണ്ടല്ലോ, തണുപ്പത്ത് ഐസ്ക്രീം ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കുന്നവർ. എൻ്റെ വട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി എവിടാണ്ടൊക്കെ എത്താറായി, കറക്റ്റ് നമുക്ക് പറയാനറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അന്നക്കുട്ടൻ നല്ല ഉറക്കമാണ്, ഐറക്കുട്ടിയും ഏകദേശം കുറേ നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ ഗൈസ് ആ കണ്ടോ, നല്ലൊരു അമ്പലമാണ് കേട്ടോ. എനിക്കത് ഫുള്ളായിട്ടൊന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. ആ സ്റ്റെപ്പ് കയറി മേലെ പോകുമ്പോൾ കുഞ്ഞൊരു അമ്പലമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് കണ്ടോ, നല്ലൊരു വലിയ അമ്പലമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ പണിയൊക്കെ കാണാൻ. അപ്പോൾ ഏകദേശം നമ്മൾ ലേറ്റ്
സമയമായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിർത്തിയൊന്നും ഇട്ടില്ല, ജസ്റ്റ് ഭംഗിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടോ കൂട്ടുകാരെ. നല്ല രസമാണ്. അപ്പോൾ അവിടെ നമ്മൾ കാത്തത് ഒരു പട്ടിക്കുട്ടി അതുപോലെ 2 പേർഷ്യൻ ക്യാറ്റ്സും ഉണ്ടായിരുന്നു. അതിനെ കണ്ടപ്പോൾ പിള്ളേർക്ക് അത് മാത്രം മതി. പക്ഷെ നല്ല രസമുള്ള റോസാ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് നട്ടാലും ഇത്രയ്ക്ക് വലിയ പൂക്കളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് 2 പേർഷ്യൻ ക്യാറ്റ്സ് ഉണ്ട്. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടാണോ അതിങ്ങനെ തൊടാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അന്നക്കുട്ടിക്ക് അതിനെ തൊടണം, എല്ലാം കടിക്കുകയും ചെയ്താലോ എന്ന് എനിക്ക് പേടി. അപ്പോൾ ഇത് റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നക്കുട്ടിയൊക്കെ ഇത് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ചേച്ചിക്കും അനിയത്തിക്കും ഒരേപോലത്തെ ഡ്രസ്സൊക്കെയാണേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇത് എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും ഓണമറ്റിയാറൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ ഒരു ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വെൽ സ്പെൻഡായി. അപ്പോൾ അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഈ അപ്ലോഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.